നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ മറ്റുള്ളവർ വരയ്ക്കുന്ന ചിത്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന താരതമ്യപ്പെടുത്തുന്ന പരിപാടി ഇന്നത്തോടെ നിർത്തിക്കോണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും മൊബൈൽ എടുത്ത് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് മറ്റുള്ളവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ അതിൽ നിന്നും എന്ത് പഠിക്കാമെന്ന് ചിന്തിക്കാതെ അതുപോലെ വരയ്ക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് വളരെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നതും സങ്കടപ്പെടാറും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് വരാറുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഓരോ ആർട്ടിസ്റ്റിനും അവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ജേണി ഉണ്ട്, യാത്രയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ട് വരച്ച അതിമനോഹരമായിട്ടുള്ള ചിത്രം വരച്ച ഒരു ആർട്ടിസ്റ്റ് മണിക്കൂറുകളോളം, മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ആർട്ട് പഠിക്കാനായിട്ടും അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ആ ചിത്രം വരയ്ക്കാനായിട്ടും ചെലവഴിച്ചിരുന്നിരിക്കാം. പക്ഷേ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് നമുക്കതൊന്നും അറിയാൻ സാധിക്കില്ലല്ലോ. നിങ്ങൾ ചിലപ്പോൾ പ്യുവർ ബിഗിനർ ആയിരിക്കും. നിങ്ങൾ വരയ്ക്കുന്ന ആദ്യത്തെ ചിത്രവും ഒരു ആർട്ടിസ്റ്റ് വരച്ച 100ാമത്തെ ചിത്രം തമ്മിലായിരിക്കും നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കിയേ, മറ്റുള്ളവർ വരച്ച നല്ല ചിത്രങ്ങൾ കാണുന്ന സമയത്ത് എന്തിനാ ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യുന്നത്? അത് കണ്ട് ആസ്വദിക്കുക. ഒരിക്കൽ എനിക്കും അതുപോലെ വരയ്ക്കാൻ പറ്റുമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. സോ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ലെവൽ വെച്ച് മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ആർട്ട് വർക്കുകളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം വ്യക്തമായിട്ട് ഗോൾ സെറ്റ് ചെയ്ത് അതിലോട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക.